മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്താണ്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്താണ്? എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ചിന്തയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു. ഇവിടെ 9 കപ്പാണ് വന്നിരിക്കുന്നതിൽ. അതിലൊരു കപ്പ് മിസ്സായിരിക്കുന്നു. ആ ഒരു കപ്പ് നിങ്ങളാണ്. നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് സന്തോഷത്തോടു കൂടി പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. ഓക്കെ, ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് അവർ നല്ലതുപോലെ ഓർക്കുന്നതായി കാണുന്നു. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഈ ഒരു നൈറ്റിൽ എൻ്റെ വ്യൂസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളെ ഒരുപാട് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കോളോ മെസ്സേജോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് നോക്കിയിട്ടാണ് ഈ ഒരു ചിന്ത വരുന്നത്. ഓക്കെ, നിങ്ങൾ തങ്ങളിൽ പിരിയാനുണ്ടായ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് നിങ്ങൾ തങ്ങളെ പിരിയാനുണ്ടായ സംഭവം? നിങ്ങളുടെ ഇടയിൽ ഇമോഷൻ്റെ പ്രശ്നങ്ങൾ വന്നിരുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഇമോഷൻ നൽകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് ഇമോഷൻ പരമായി ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തിട്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. നമുക്ക് ഈ എംപററിനെ ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു നിങ്ങൾ ഭയങ്കര സ്റ്റാറാണ്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ഇത് ചിന്തിച്ചിരുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര സ്റ്റാറാണ്, നിങ്ങളുടെ പേഴ്സണിന് ചുറ്റും ഒരുപാട് ആരാധകരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് വേറെ തേർഡ് പാർട്ടീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ ഇഷ്യൂസ് ഉണ്ടായതായി കാണുന്നു. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ പ്രയോറിറ്റി ഇല്ല എന്നുള്ളത്. നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകാതെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടൊരു റീയൂണിയന് താല്പര്യമുണ്ടോ? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു റീയൂണിയന് താല്പര്യമുണ്ടോ? നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് റീയൂണിയന് വരുന്നതിന് അവരുടെ ഈഗോ തകർന്നു പോകുമോ എന്നുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഇപ്പോൾ ഈഗോയ്ക്ക് മുൻനിർത്തിക്കൊണ്ട് നിങ്ങളടുത്ത് റീയൂണിയന് ഒരു തടസ്സമായി നിൽക്കുന്നു. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എങ്കിലും നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അവരുടെ മനസ്സിൽ ഉള്ളത്. അത് അവർ രഹസ്യമായി വെച്ചിരിക്കുന്ന അഭിപ്രായമാണ്. ഓക്കെ, പ്രകടമാക്കി നിങ്ങളോട് കാണിക്കുന്നത് നിങ്ങൾ ഭയങ്കര ദേഷ്യമുള്ള വ്യക്തിയാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, കൂടുതൽ വീഡിയോയ്ക്ക് എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.